ഞാൻ അങ്ങനെ ഒരു വലിയ ആർഭാടത്തിൽ പോകേണ്ട ഒരാളല്ല. ഞാൻ കരുതുന്നത് ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ് അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും. അതുകൊണ്ട് നാണക്കേട് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിൻ്റെ കൂടുമോ അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. അവ എത്രയും വലിയ പത്രാസ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കും, കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിൻ്റെ പത്രാസിൽ മയങ്ങില്ല എന്നാണ്. അത് മയങ്ങിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞതെല്ലാം ഒഴിവാക്കാൻ നോക്കുകയാണ്. പോലീസ് നേരിടുന്ന വലിയ പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് Z+ കാറ്റഗറിയാണ്, വലിയ സെക്യൂരിറ്റി സംവിധാനം ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാനത് അനുവദിക്കില്ല. അത് വേണ്ട. അല്ല, അത് നമുക്ക് നോക്കാം. അവിടെയുള്ള എന്തായാലും ഞാൻ പുതിയ കാറൊന്നും മേടിക്കില്ല. അതിനുള്ള സാമ്പത്തിക ഖജനാവി പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ വന്ന് പുതിയ കാറ് മേടിച്ചാൽ അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ചിലപ്പോൾ കാറ് മേടിച്ചാൽ ഖജനാവിനൊന്നും സംഭവിക്കില്ല. പക്ഷെ അത് കൊടുക്കുന്ന താഴെത്തട്ടിലുള്ള നമ്മുടെ ഭരണ സംവിധാനത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു റോങ് മെസ്സേജ്. ഞാനങ്ങനെ ഏറ്റവും വലിയ അങ്ങനത്തെ ഉള്ളത് വെച്ച് പോവാം. അത് ഏത് വണ്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ വണ്ടി പോവും. പുതിയ വണ്ടിയൊന്നും മേടിക്കില്ല. തൽക്കാലത്തേക്ക് കേരളത്തിലെ ഖജനാവിലെ ഈ അവസ്ഥ മാറ്റിയെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഉള്ള സംവിധാനം വെച്ചങ്ങ് പോവും. അത് മതി തന്നെ.